എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ലൈനിങ് ബ്ലൗസിന്റെ ഷോൾഡർ നമ്മൾ എങ്ങനെയാണ് കവർ ചെയ്ത് നമ്മുടെ തുണിയൊക്കെ എങ്ങനെയാണ് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബ്ലൗസിന്റെ ബാക്ക് പാർട്ടാണിത്. നമ്മുടെ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ബാക്ക് പാർട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ബാക്ക് ഡാർട്സിന് വേണ്ടി ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മാർക്കിനനുസരിച്ച് നമ്മുടെ രണ്ടാമത്തെ സൈഡിലും നമ്മളത് കറക്റ്റ് മാർക്ക് ചെയ്യുക. ഇനി നമ്മുടെ ബ്ലൗസ് പീസും ലൈനിങ് പീസും കണ്ടോ ഇതുപോലെ കറക്റ്റ് വെച്ച് കേട്ടോ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ലൈനിങ് പാർട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതേ അളവിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ വെച്ച് കറക്റ്റ് നമ്മുടെ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. കേട്ടോ നമ്മുടെ ലൈനിങ് പീസിനനുസരിച്ച് കറക്റ്റ് എല്ലാ സ്ഥലത്തും നെക്കും അതുപോലെ തന്നെ ആം ഹോൾ ഭാഗവും ബോഡി പാർട്ടും ഒക്കെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ഈ ഒരു ബ്ലൗസ് പീസിനെ ഇത് കണ്ടോ നമ്മുടെ ബ്ലൗസ് പീസിനെ ഇതുപോലെ വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് ഭാഗം നമ്മളെ തയ്ച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ നമ്മൾ ഇതുപോലെ കറക്റ്റ് ഇതുപോലെ വെക്കുക. നമ്മുടെ ഷോൾഡർ ഭാഗം കണ്ടോ ബ്ലൗസ് പീസിനെ വെക്കുക അതിൻ്റെ കണ്ടോ. എന്നിട്ട് അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച നമ്മുടെ ഫ്രണ്ട് പാർട്ടിനെ ഇതുപോലെ വെക്കുക. അതിന് മുകളിൽ നമ്മുടെ ഈ ഒരു ലൈനിങ് പാർട്ട് കണ്ടോ ലൈനിങ് പീസ് ഇതുപോലെ വെക്കുക. കറക്റ്റ് ഇതുപോലെ വെക്കുന്നു. ആദ്യം നമ്മുടെ ബ്ലൗസ് പീസ് വെക്കുക. അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ കണ്ടോ ബ്ലൗസ് പീസിൻ്റെ നല്ല വശവും നല്ല വശം വരുന്ന രീതിയിലാണ് ഇതുപോലെയാണ് വെക്കേണ്ടത്. നമ്മുടെ ലൈനിങ് ആണ് ഫ്രണ്ട് വശത്ത് നമ്മുടെ മുകൾ ഭാഗത്ത് കാണേണ്ടത്. അതിനുശേഷം നമ്മുടെ ഇവിടെ ബാക്ക് പാർട്ടിൻ്റെ ഈ ഒരു ഷോൾഡർ വശവും ഇതുപോലെ കറക്റ്റ് വെച്ച് ഇവിടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മുടെ രണ്ടാമത്തെ ഷോൾഡർ ഭാഗം നമ്മൾ അതേ പീസിനെ അവിടെ നിന്ന് മാറ്റി വെക്കാതെ ഇനി നമ്മുടെ ഇതുപോലെ തന്നെ വെക്കുന്നു. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ഫ്രണ്ട് പാർട്ടിനെ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ഈ ഒരു ബാക്ക് പാർട്ടിനെ ഇതുപോലെ കറക്റ്റ് വെക്കും. കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മളത് സ്റ്റിച്ച് ചെയ്യും. കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. നമ്മൾ എപ്പോഴും ഷോൾഡറൊക്കെ 2 സ്റ്റിച്ച് കൊടുക്കാറുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇത് നമ്മൾ ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നു. കണ്ടോ നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റി നമ്മൾ ഇനി ഈ ഒരു ലൈനിങ് പീസിനെ ഇതുപോലെ മറിച്ചിടുക. കണ്ടോ ഇതുപോലെ മറിച്ചിടുമ്പോൾ നമ്മുടെ നല്ല വശം കണ്ടോ ബ്ലൗസിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ കണ്ടോ ഈ ഒരു ഭാഗവും നമ്മൾ മറിച്ചിടുന്നു. കണ്ടോ ഇത് നമ്മുടെ നല്ല വശമാണ്. നമുക്കിവിടെ നല്ല വൃത്തിയോടുകൂടി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ നമ്മുടെ ഉൾവശമാണ്. നമ്മുടെ ലൈനിങ് ഭാഗം ഉൾവശമാണ്. ആ ഒരു ഭാഗത്തും നമുക്ക് തുന്നി കാണാത്ത രീതിയിൽ നമ്മളത് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ ഈ ഒരു പീസിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് വരുന്നത്. കണ്ടോ നമുക്കിവിടെ തുന്നി പുറത്ത് കാണില്ല. കറക്റ്റായി നമ്മളതിനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വശം ഇതാണ്. ഈ ഒരു ഭാഗത്തും നമുക്ക് നല്ല ഫിനിഷിംഗ് ആണ്. ഇനി അതിനുശേഷം നമ്മുടെ ഈ ഒരു നെക്ക് കണ്ടോ നമ്മുടെ ലൈനിങ് പാർട്ടും നമ്മുടെ ബ്ലൗസ് പീസും നമ്മൾ പറഞ്ഞിട്ടില്ലേ അത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കിത് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. കറക്റ്റ് അളവ് വെച്ച് എന്നാലേ തയ്ച്ചെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ എന്തായാലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി പാർട്ടും അതുപോലെ തന്നെ ബോഡി പാർട്ടിൻ്റെ ബ്ലൗസ് പീസും ലൈനിങ് പീസ് എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മുടെ ബ്ലൗസ് പീസും നിർബന്ധമായി കട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഇതുപോലെ തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. അല്ലോ ഇനി നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഈ ആം ഹോളിൻ്റെ ഭാഗം ഇവിടെയും കറക്റ്റ് വെച്ച് കൊടുത്താൽ നമുക്കത് എവിടെയും വ്യത്യാസം വരാതെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. കണ്ടോ ഇവിടെ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗവും നമ്മുടെ ലൈനിങ്ങും ബ്ലൗസ് പീസും കറക്റ്റ് അളവിലാണ് കിട്ടുക. കണ്ടോ ഇതുപോലെ ഒന്ന് കറക്റ്റ് ടച്ച് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ താഴോട്ടേക്ക് നമ്മുടെ സൈഡ് വശവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ താവ് വശം നമ്മുടെ ബോട്ടം ഭാഗം വരുന്ന ഭാഗമാണിത്. ഈ ഒരു ഭാഗവും നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ് പീസും അതുപോലെ തന്നെ ബ്ലൗസ് പീസും കൂട്ടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. കറക്റ്റ് വെച്ച് കൊടുക്കുക. ഇവിടെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിൻ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പമായിരിക്കും.
തുണികൾ തമ്മിൽ തെന്നിമാറി പോവില്ല. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗവും കണ്ടോ. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തു. കണ്ടോ. ഇനി നമ്മളിവിടെ നമ്മുടെ ബാക്ക് ഡാർട്സ് കണ്ടോ, നമ്മുടെ കറക്റ്റ് ആ ഒരു ലൈനിങ് പാർട്ടിൽ നമ്മുടെ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥലത്ത് കറക്റ്റ് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ പിടിച്ച് കണ്ടോ, നമ്മൾ എത്രയാണോ നമ്മളിവിടെ ബാക്ക് ഡാർട്സിന് വേണ്ടി തുന്നത്തുണി കൊടുത്തിരിക്കുന്നത് അതേ അളവിൽ കറക്റ്റ് വെച്ച് ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ടെക്കും കണ്ടോ, നമ്മുടെ രണ്ടാമത്തെ ഡാർട്സും നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ കണ്ടോ, നമ്മുടെ 2 ഡാർട്സും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് നമ്മുടെ ബാക്കി ഭാഗങ്ങൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഷോൾഡറൊക്കെ കണ്ടോ, നമ്മുടെ തുന്നത്തുണി കവർ ചെയ്യുന്ന രീതി നല്ല വൃത്തിയോടുകൂടി തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗം ഇത് നമ്മുടെ നല്ല വശമാണ് കണ്ടോ, ഇത് നമ്മുടെ നല്ല വശമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശവും നമ്മൾ അതേ ഫിനിഷിങ്ങിലാണ് ഇത് തയ്ച്ചെടുത്തിരിക്കുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തായാലും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റായി രേഖപ്പെടുത്താം. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.